നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോ എന്താണ് നടക്കുന്നത് അതാണ് നോക്കുന്നത്. 1, 2, 3 നമ്പർ ഞാൻ എടുത്ത് വെച്ചിട്ട് ഇത് ഏതെങ്കിലും സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ? അപ്പോ നമുക്ക് നോക്കാം ഇപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ഒരു ഓറക്കൽ മെസ്സേജ് എടുത്ത് നോക്കാം. ഭഗവാനെ, ഇത് എല്ലാവർക്കും കൂടിയുള്ള ഓറക്കൽ മെസ്സേജ് ആണ്. ഭഗവാനെ, ഭഗവാനെ, ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. കുറച്ചധികം കാഴ്ച വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം ഇത് എന്തൊക്കെ കാർഡ്സ് ആണ്. 1, 2, 3 കാർഡ്സ് ആണ് വന്നേക്കുന്നത്. ഹെൽപ്പിംഗ് ഹാൻഡ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ഈ കാർഡ് പറയുന്നത് നമ്മള് കർമ്മഫലം ദൈവമാണ് നമുക്ക് തരുന്നത്, അല്ലാതെ നമുക്ക് ആരെയാണോ നമ്മൾ സഹായിക്കുന്നത് അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുതെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങള് ദൈവത്തിനോട് അഗാധമായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. നമ്മൾ വെറുതെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാതെ ദൈവത്തെ ഒരു ചിട്ടയായിട്ട് കൊണ്ടുവരിക, ഒരു ഡിസിപ്ലിൻ ആയിട്ട് കൊണ്ടുവരിക. പ്രാർത്ഥന എന്നത് നമ്മളുടെ ഒരു ദിനചര്യയായിട്ട് മാറ്റണം എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. തേർഡ് ഐ ചക്ര അത് അൺബ്ലോക്ക് ചെയ്യണം, ഹീൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എന്നാലേ നമുക്ക് വഴികള്, നമ്മളിപ്പോ ചില സമയത്ത് അന്തം വിട്ട് നിൽക്കുന്നത് ഇനി എന്ത് ചെയ്യണം എന്നൊരിത്. അപ്പൊ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കൊരു വഴി കാണിച്ചു തരാം. ദൈവം വഴി കാണിച്ചു തരുന്നുമുണ്ട്. പക്ഷെ നമുക്കത് തിരിച്ചറിയാനുള്ള ആ ഒരു കപ്പാസിറ്റി ഇല്ല. കാരണം നമ്മളുടെ തേർഡ് ഐ ചക്ര ബ്ലോക്ക്ഡ് ആണെന്ന് പറയുന്നത്. ചിലർ പറയില്ലേ, ഞാൻ എന്തോരം പ്രാർത്ഥിച്ചു എന്റെ പ്രാർത്ഥന ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പ്രാർത്ഥന കേൾക്കാതിരിക്കുകയല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുന്നുണ്ട്, നമുക്ക് അതിന് മറുപടി തരുന്നുണ്ട്. ദൈവത്തിന് നമ്മളുടെ മുമ്പിൽ വന്നിട്ട് ദേ ഇങ്ങനെ ചെയ്യണം കേട്ടോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ദൈവം നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അത് ദൈവമാണെന്ന്? ഇല്ല. നമ്മൾ പിന്നെ ആരോ എന്താ പറയാ ബാലെ നടൻ ആരെങ്കിലും ആണ്, അല്ലെങ്കിൽ ഇത് പ്രച്ഛന്നവേഷം നടക്കുന്ന ആരോ ആണെന്ന് പറഞ്ഞ് കളിയാക്കും നമ്മൾക്ക് വിശ്വാസം. നമ്മൾ ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചാലും ഒരു അശരീരി കേട്ടാലും അല്ലെങ്കിൽ ദൈവം മുമ്പിൽ നിന്ന് സംസാരിച്ചാലും നമ്മൾ വിശ്വസിക്കില്ല. പിന്നെ ഇതൊക്കെ പൊട്ടതറാന്ന് പറയും. അതുകൊണ്ട് ദൈവം നേരിട്ട് വരില്ല നമ്മുടെ മുമ്പില്, മനസ്സിലായി? അപ്പോ ദൈവം നമ്മളുടെ ചിന്തകളിൽ, നമ്മളുടെ സ്വപ്നങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ആരാണ് അവരുടെ വഴി നമുക്ക് മെസ്സേജ് അയക്കുകയാണ് ചെയ്യുക. പക്ഷെ അത് തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ വളർത്തിയെടുക്കണം. അതുകൊണ്ടാണ് സ്പിരിച്വൽ ആയിട്ട് കൂടുതൽ നമ്മൾ അറ്റാച്ച്ഡ് ആവണം, കുറച്ചും കൂടെ സ്പിരിച്വൽ ആയിട്ട് ഉയരണം എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പ്രാർത്ഥന ഒരു ദിനചര്യയാക്കണം എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ സ്പിരിച്വൽ ആയിട്ട് നമ്മൾ കുറച്ചും കൂടെ അടുക്കുള്ളൂ. അപ്പൊ നമ്മള് ഒന്നാമത് ഞാൻ പെട്ടെന്ന് റിലേ പോയി എൻ്റെ. ഓക്കെ, ഒന്നാമത്തെ നമ്പർ എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള കാർഡുകളാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, എന്ത് എനർജിയിലാണ് നിങ്ങൾ ഇപ്പോ ഇരിക്കുന്നത് ഇതാണ് നമ്മൾ നോക്കുന്നത്. 10 of Swords ആണ്. 10 of Swords എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭാരമാണ്, നിങ്ങൾക്ക് എടുത്താൽ പൊങ്ങാത്ത ഭാരമുണ്ട്, നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ പലത്, മക്കള്, ഭർത്താവ്, ഭാര്യ, വീട്ടിലെ അമ്മ, അച്ഛൻ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, കുറെ പേരുടെ ജോലിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ നിങ്ങൾ വേറെ വല്ല സോഷ്യൽ ആക്ടിവിറ്റീസിലുണ്ടെങ്കിൽ അതിന്റെ അപ്പൊ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആണ്, കൂടെയാണ് പോകുന്നത്. പക്ഷെ നിങ്ങൾ ഉത്തരവാദിത്വമുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ ഈ സാധനം ഇട്ട് കളയുന്നില്ല, നിങ്ങൾ ഇത് തള്ളി പിടിച്ചോണ്ട് എങ്ങനെയാണെങ്കിലും എനിക്കൊരു ഗോൾ ഉണ്ട്, അവിടം വരെ എനിക്ക് പോകണം, അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ നിലത്തിടില്ല, ഞാൻ ഈ ഭാരം ചുമന്നുകൊണ്ട് തന്നെ പോകും എന്നൊരു എനർജിയാണ് ഈ കാണിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും എനർജി? എന്താണ്?
എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നു. അപ്പോ നിങ്ങൾ കൂടുതൽ കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് സാധനം കൊടുത്താലും ഒരു ബാലൻസിലാണ് യൂണിവേഴ്സ് പോകുന്നത്. നമ്മൾ കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടണം. ചിലർക്ക് ഗിഫ്റ്റ് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ വേണ്ട വേണ്ട എനിക്ക് അതൊന്നും വേണ്ടാന്ന് പറയും. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ആളാണെങ്കിൽ തിരിച്ചു മേടിക്കാനുള്ള ഒരു മനസ്സും കൂടെ വളർത്തിയെടുക്കണമെന്ന് പറയുന്നുണ്ട്. ഒരു ബാലൻസിൽ പോകണം. ആ ബാലൻസ് നിങ്ങൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊരു സ്വാർത്ഥതയാണോ, അതിന് എല്ലാ ക്രെഡിറ്റും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മുഴുവൻ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കും, മറ്റുള്ളവരൊന്നും ഇതിൽ കൈ കടത്തണ്ട. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഭാരം. നിങ്ങൾ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഇതെങ്ങനെ, ഈ അവസ്ഥ നിങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു ചിന്ത, മറ്റുള്ളവരൊന്നും ചെയ്താൽ ശരിയാവില്ല, അവർക്കൊന്നും ചെയ്യാൻ അറിയില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പ്രജുഡിസ്ഡ് ആയിട്ടാണ് പെരുമാറുന്നത്. വെച്ചാൽ നിങ്ങൾ ഫ്യൂച്ചറിൽ കുളമാകും, ഫ്യൂച്ചറിൽ ഇതെല്ലാം ഞാൻ ചെയ്താൽ മാത്രമേ നന്നാവുള്ളൂ എന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ. ആ ഒരു ചിന്ത കളയുക. എപ്പോഴും ഡെലിഗേറ്റ് ചെയ്യുക. കൂടുതൽ ഭാരം നമ്മളുടെ മേലിൽ നമുക്ക് ചെയ്യാവുന്നത് 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ ജോലി ചെയ്യുക, അല്ലെങ്കിൽ 365 ദിവസം നമ്മൾ ഉള്ളൂ നമുക്ക് ഒരു വർഷത്തിലേക്ക്. അപ്പൊ നിങ്ങൾ എത്ര വർഷം ജീവിക്കുന്നുണ്ട് അത്രയും മണിക്കൂറുകൾ കണക്കാക്കുക. അപ്പൊ അതിനുള്ളിൽ ചെയ്യാവുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഓവർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യത്തിന് ഒരു പരിധിയുണ്ട്. അതിന് ഉപരിയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ അത് ചെയ്യാൻ പോകുമ്പോൾ അത് ഓവർലാപ്പ് ചെയ്ത് പിറ്റേ ദിവസം വരും. അപ്പൊ നമ്മൾ കാലത്തെ എഴുന്നേക്കും ആ ടെൻഷനിലാണ്, അയ്യോ പണിയുടെ ബാക്കി കിടക്കുന്ന എന്ത് ചെയ്യും. അതിന് പകരം നിങ്ങൾക്ക് എല്ലാവരും തെറ്റും ചെയ്താണ് ശീലമാക്കുന്നത്. പരിശീലിച്ച് പ്രാക്ടീസ് കൊണ്ടാണ് പെർഫെക്റ്റ് ആവുന്നത്. അപ്പൊ മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യമൊക്കെ അവർ തെറ്റ് ചെയ്യാതിരിക്കും, ക്ഷമയോടെ അവരെ പഠിപ്പിക്കുക. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ ഭാരങ്ങൾ മുഴുവനും നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഡെലിഗേറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ വീതിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അതെല്ലാവരും ചെയ്താലും ശരിയാവില്ല എന്ന ഈ ചിന്ത മനസ്സിൽ നിന്ന് മാറ്റണമെന്നാണ് പറയുന്നത്. ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ എൻ്റെ ഒരു പരിചയത്തിലെ ഒരു സ്ത്രീ, അവര് പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് 3 ആൺകുട്ടികളും ഭർത്താവും. അവരെല്ലാം, ഭർത്താവും ജോലിയില്ല, ഭർത്താവും മക്കളും കൂടെ നാട്ടിൽ, ഇവര് പുറത്ത് കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു. അപ്പൊ ഇവര് വീട് വെക്കാനായിട്ട് വലിയൊരു ലോൺ എടുത്തിട്ടുണ്ട്. അത് വീട്ടിൽ തീർത്തപ്പോ അതിന്റെ പുറമെ റെനോവേഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ പൈസ എടുത്തു, ലോൺ പിന്നെയും എടുത്തു. ഇപ്പൊ ഇവരവിടെ പെട്ടുകിടക്കുക. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇവരുടെ മക്കളും ഭർത്താവും ഒക്കെ ഉണ്ട്, അവരെ വലിയ പ്രായമുള്ള മീൻസ് പക്വത വന്ന ആളുകളാണ് എല്ലാവരും. അവരും പോയിട്ട് ഡെലിഗേറ്റ് ചെയ്യും. ഇവർ ഒറ്റയ്ക്ക് ഈ ഭാരം ചുമക്കേണ്ട കാര്യമില്ലല്ലോ. അവരും പ്രായപൂർത്തിയവരാണ്. അവരെല്ലാം ഇതിനകത്ത് ഒരു ഭാഗം എടുക്കണം. അല്ലാതെ ഇവര് തന്നെ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ കുറ്റബോധം, അല്ലെങ്കിൽ അവർ ചെയ്താൽ ശരിയാവില്ല എന്ന ഒരു ചിന്തയിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു ഭാരം ചുമന്ന് അവസാനം കുറ്റപ്പെടുത്തൽ മാത്രമേ ഉണ്ടാവുള്ളൂ അവസാനം. കാരണം നിങ്ങൾക്ക് ഇത് ചെയ്തു തീർക്കാൻ പറ്റില്ല. അതിന് പകരം മറ്റുള്ളവരായിട്ട് ഡെലിഗേറ്റ് ഭാഗിച്ചു കൊടുത്ത് ഇത്ര കാര്യം നീ ചെയ്യുക, ഇത്രയും കാര്യം നീ ചെയ്യുക, അങ്ങനെ ഓരോരുത്തരോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി വരും. അതാണ് ഇവിടെ ഇല്ലാത്തത്. എല്ലാ ഉത്തരവാദിത്വവും നിങ്ങളുടെ തലയിലാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ് കാണിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാർഡ് എടുത്തവരുടെ റീഡിങ് അതാണ്. ഇനി ഞാൻ രണ്ടാമത്തെ കാർഡ് എടുത്തവരുടെ ഇപ്പോഴത്തെ എന്താണ് എനർജി എന്നാണ് നോക്കാൻ പോകുന്നത്. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നിങ്ങളുടെ എനർജി 2 ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങൾക്ക് വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പൈസയുടെ കാര്യത്തിലാണ്. അപ്പൊ നിങ്ങൾ ഇതിന് ലോൺ എടുത്തിട്ടുണ്ട്, അതിന് ലോൺ എടുത്തിട്ടുണ്ട്. അപ്പൊ ജോലി നിങ്ങളുടെ ചിലപ്പോ അത്ര വലിയ ജോലിയൊന്നും ആയിരിക്കില്ല. അപ്പോ എഡ്യൂക്കേഷണൽ ലോൺ, വീട് വെക്കാനുള്ള ലോൺ, കല്യാണം കഴിപ്പിക്കാനുള്ള ലോൺ, ആ ലോൺ ഈ ലോണൊക്കെ പൈസ ഇങ്ങനെ അമ്മാനമാടുകയാണ്. കിട്ടുന്ന പൈസ പലതരത്തിലാണ്. നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ലിമിറ്റഡ് എമൗണ്ട് ആണ്. ആ എമൗണ്ടിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്
ഇപ്പോ ഏതാണ് ഏറ്റവും ആ സമയത്ത് നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ ഒരു മാസം പൈസ കിട്ടുമ്പോൾ ഏത് കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്? സ്കൂൾ ഫീസ് ആണ് അടയ്ക്കേണ്ടത്, വേഗം അതിലേക്ക് പൈസ കൊടുക്കുന്നത്. അത് മറ്റേ ട്യൂഷൻ ഫീസ് കൊടുക്കണം, അതിലേക്ക് അസുഖത്തിനുള്ള മരുന്ന് മേടിക്കണം, ഹോസ്പിറ്റലിലാണ് ലോൺ മേടിച്ചത്, അത് ഇത്. അപ്പൊ നിങ്ങൾ അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈസയുടെ, പ്യോർലി പൈസയുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ കിട്ടുന്ന പൈസ ഒന്നിനും തികയുന്നില്ല നിങ്ങളുടെ, ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രാരാബ്ധമാണിത്. എന്ത് ചെയ്യും? അപ്പൊ ഒന്നില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ പലതരത്തിലുള്ള ജോലി, പാർട്ട് ടൈം ജോലിയൊക്കെ കണ്ടെത്തുക. അല്ലാതെ അപ്പൊ ഇത് നിങ്ങൾക്കൊരു ടെൻഷൻ ആയിട്ടുണ്ട്. ഇത് മുഴുവനും പൈസയുടെ റെസ്പോൺസിബിലിറ്റി, പ്യോർലി മണിയാണ്, മണി റിലേറ്റഡ് ആണ് ഈ നിങ്ങളുടെ മനസ്സ്. വേറെ റെസ്പോൺസിബിലിറ്റി ഇല്ല. പൈസ നാളെ ഇത് ഇലക്ട്രിസിറ്റി ബില്ല് എടുക്കണം, അതിന്റെ പൈസ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരും? കൊച്ചിന്റെ ഫീസ് കൊടുക്കണം, അത് എവിടെ നിന്ന് കൊണ്ടുവരും? സ്കൂളിന്റെ ഇത് കൊടുക്കണം, എവിടെ നിന്ന് കൊണ്ടുവരും? മനസ്സിലായോ? ഭക്ഷണത്തിലുള്ള എവിടെ നിന്ന് കൊണ്ടുവരും? ഗ്രോസറിയുടെ പൈസ കൊടുക്കണം, എവിടെ നിന്ന് കൊണ്ടുവരും? പൈസയുടെ ടെൻഷനാണ് നിങ്ങൾക്ക് എന്നാണ് പറയുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ് പറയുന്നത്. അപ്പോ നിങ്ങൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പെരുമാറുന്നത്. അപ്പൊ നിങ്ങളെ മറ്റുള്ളവര് മുതലെടുക്കുന്നുണ്ട്, മനസ്സിലായോ? എന്ന് വെച്ചാല് അടുത്തുള്ളവര് കടം മേടിക്കും, ഫ്രണ്ട്സ് കടം മേടിക്കും, പിന്നെ അവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് കടം മേടിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ല. അവർ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇമോഷൻസിന്റെ പുറത്ത് നിങ്ങൾ ആ പൈസ എടുത്ത് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുള്ള പൈസയാണ് നിങ്ങൾ ഈ പുറത്തുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്നത്. അവസാനം വീട്ടിലെ കാര്യങ്ങൾ ചുരുങ്ങുന്നു, മനസ്സിലായോ? അപ്പൊ വീട്ടിലും ഹാപ്പിനെസ് ഇല്ല. ഈ കൊടുക്കുന്നവര് ഹാപ്പി ആണോ? അവർ നിങ്ങൾ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്, ഈ പൈസ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്ന അവരോട് ചോദിച്ചാൽ അവർ തരില്ല, അവരുമായിട്ട് മുഷിയും. അങ്ങനത്തെ പല പ്രശ്നങ്ങളിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. നമ്മൾ എപ്പോഴും എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയില്ല, പക്ഷെ നമ്മളുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി നമ്മളുടെ ഫാമിലിയാണ്, നമ്മളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി. ഇപ്പൊ നിങ്ങൾ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ അച്ഛൻ, അമ്മ, നിങ്ങളുടെ ഫ്രണ്ട്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവര്. അതല്ല നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ഭാര്യയും കുട്ടികളും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവും കുട്ടികളും, ഇവരാണ് ഇമ്മീഡിയറ്റ് നിങ്ങളുടെ സഹായം വേണ്ടവര്, മനസ്സിലായോ? അപ്പൊ അങ്ങനെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് ആരൊക്കെയാണ് അവരെ പ്രയോറിറ്റൈസ് ചെയ്യാം. ബാക്കി എല്ലാവരും ഉണ്ടെങ്കിൽ കൊടുക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരെയും സഹായിക്കാൻ നോക്കുന്നു, എന്നാല് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നോക്കുന്നു, പക്ഷെ ആ ഒരു കാര്യം കൊണ്ട് ആരും ഹാപ്പി അല്ല. നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? 10 of Pentacles ആണ് കാണിക്കുക. 10 of Pentacles എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് പറഞ്ഞില്ലേ, നിങ്ങളുടെ ഫാമിലിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു എയിം വെക്കുക. ഇപ്പൊ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്, ഇപ്പൊ നിങ്ങൾക്ക് ഈ ജോലിയിൽ നിന്ന് മാറി കൂടുതൽ ശമ്പളമുള്ള ഒരു ജോലി കിട്ടുകയാണെങ്കിൽ അത്, നമ്മൾ ചുരുങ്ങാതെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് പൈസയുടെ ഓരോ മാസവും ഓരോ വർഷവും നമുക്ക് പൈസ കൂടുതൽ വേണം. അപ്പൊ നമ്മൾ ചുരുങ്ങി ജീവിക്കാതെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. നമ്മൾക്ക് എന്ത് വരുന്നത്, മാസശമ്പളം ആകുമ്പോൾ അതിൽ ചുരുങ്ങി ജീവിക്കാൻ തുടങ്ങും. നിങ്ങൾ അതിൽ ചുരുങ്ങി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്, അതിൽ കൂടെ തന്നെ കൂടുതൽ ആളുകാരെ സഹായിക്കാൻ പോകുന്നു. അപ്പൊ ആർക്കും തികയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സുള്ളപ്പോ, അപ്പൊ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം എന്നുണ്ട്, നിങ്ങളുടെ ജീവിതം എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചുള്ള വരുമാനം കണ്ടെത്തണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. ഇവിടെ പൈസയുടെ കാര്യമാണ് വന്നേക്കുന്നത്. 10 of Pentacles ആണ്. അത് ഇങ്ങോട്ട് എത്തണം. നിങ്ങൾ ഇതാണ്, എനിക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കണം, എനിക്ക് എല്ലാവരും സഹായിക്കണം, എന്റെ വീട്ടുകാരുടെ ജീവിതം നന്നായിട്ട്, അങ്ങനെ മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല. അത് നമ്മൾ പ്രയത്നിക്കണം എന്നാണ് കൂടെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അതാണ് രണ്ടാമത് എടുത്തവരുടെ റീഡിംഗ്. ഇനി മൂന്നാമത് നമ്പർ എടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് ഞാൻ പോകുന്നത്. ഭവാനി. Om Namah Shivaya, 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 Om Namah Shivaya. ആദ്യത്തെ കാർഡ് നിങ്ങളുടെ എനർജിയാണ്. ഇത് ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. അക്വേറിയസ്, ഏരീസ് ആണ്. ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ പുതിയൊരു തുടക്കം, ഇത് കുറച്ച് റിസ്ക് ആണ്. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാല് ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. നിങ്ങൾക്ക് വീടിന് പുറത്ത്, ഇപ്പൊ നാട്ടിന് പുറത്ത് വേറെ സ്ഥലത്തേക്ക് ജോലി കിട്ടിയാൽ വേണ്ട, അവിടെ പോയാൽ ബുദ്ധിമുട്ടാണ്, വേറെ രാജ്യത്തേക്ക് പോയ ഭക്ഷണത്തിന്റെ പ്രശ്നം, കാലാവസ്ഥ പ്രശ്നം, അത് പ്രശ്നം, ഇത് പ്രശ്നം. അപ്പൊ നിങ്ങളൊരു കംഫർട്ട് സോണിൽ ജീവിക്കുന്ന ഒരാളാണ്.
മനസ്സിലായോ? നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടും അത് എടുത്തില്ല. നിങ്ങൾ പേടിച്ച് ബന്ധുക്കളെ വിട്ടു പോകാൻ മടി, വീട് വിട്ടു പോകാൻ മടി, നാട്ടിലെ കൂട്ടുകാരെ വിട്ടു പോകാൻ മടി, അങ്ങനത്തെ ഒരു എനർജിയിൽ നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് പുതിയ തുടക്കത്തിനുള്ള സമയമാണ്. ആ സമയത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇവിടുന്ന് പോകണം. അപ്പോ കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരാളായത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ പുറത്തേക്ക് പോകാൻ ചിലപ്പോൾ വീട്ടുകാരെ സമ്മതിക്കുന്നില്ലായിരിക്കാം. അയ്യോ അങ്ങോട്ട് പോയാൽ നീ എങ്ങനെ ജീവിക്കും, ഞങ്ങളൊക്കെ അല്ലേ നിന്റെ എന്തെങ്കിലും പറ്റിയാലേ ആര് നോക്കും എന്നൊക്കെ ഒരു ചുറ്റും നിന്ന് ആളുകൾ നിങ്ങളെ മുടക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അക്വേറിയസ് ഏരീസ് ആണ്. ഇതെന്തുകൊണ്ടാണ് ഈ അവസ്ഥ? ട്രഡിഷൻ, ഒരു സ്പിരിച്വൽ എന്നല്ല ഞാൻ പറയാം, ട്രഡിഷൻ. കുറച്ച് കൺസർവേറ്റീവ് ആയ ഫാമിലിയിലാണ് നിങ്ങള്. ഭക്ഷണങ്ങള് ഇപ്പോ ജൈനന്മാരെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവര് ഭൂമിയുടെ താഴെ വളരുന്ന സാധനങ്ങളൊന്നും കഴിക്കില്ല. ഉരുളക്കിഴങ്ങ്, ഉള്ളി, വെളുത്തുള്ളി ഇതൊന്നും അവർ യൂസ് ചെയ്യില്ല. ഭൂമിയുടെ മേളിലുള്ള സാധനങ്ങൾ മാത്രമേ അവർക്ക് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയാം. അപ്പൊ ചില കൾച്ചേഴ്സ്, ചില ട്രഡീഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെജിറ്റേറിയൻസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. യൂറോപ്യൻ കൺട്രീസിൽ പോയാൽ, യൂറോപ്യൻ കൺട്രി ഗൾഫിലൊക്കെ പോയാൽ ബുദ്ധിമുട്ടാണെന്ന് പറയും വെജിറ്റേറിയൻസ്. കാരണം ഫുഡ് കിട്ടില്ല. അവരെല്ലാം മെജോറിറ്റി നോൺ വെജ് ആയ ആളുകളാണ്. അപ്പൊ വെജിറ്റബിൾസ് കിട്ടാൻ ഭയങ്കര അങ്ങനത്തെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മളെ പിന്നെ അമ്പലത്തിൽ സ്ഥിരം പോകുന്ന ആളുകളാണ്. അങ്ങനത്തെ ഒക്കെ ഒരു ട്രഡീഷനിൽ നിന്ന് വരുമ്പോ വളരെ ട്രഡീഷണൽ ആയ കൺസർവേറ്റീവ് ആയ ആളുകളാണ് ചിലര്. അപ്പൊ അവർക്ക് പുറത്തെ കൾച്ചറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ, പുറത്തെ ഫുഡായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ, പുറത്തെ ക്ലൈമറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു ഇത് പുറത്തുനിന്ന് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് പുറത്തൊക്കെ പോയി സ്ഥലങ്ങൾ കാണണം, ജോലി എടുക്കണം, കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലി വേണം, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ ചുറ്റും നിന്നിട്ട് ആളുകൾ അയ്യോ നിങ്ങളെ കുറെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ കൾച്ചർ ഇതല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ആയാ എന്ത് ചെയ്യും, ഇങ്ങനെ ആയാ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കുറെ പേര് ഒതുക്കി പോകണ്ട എന്ന ഒരു മനസ്സിലേക്ക്, നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിലും നിങ്ങളെ മറ്റുള്ളവര് പോകണ്ട, ഇത് പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ്, പ്രായമായ അച്ഛനും അമ്മയുമാണ്, അപ്പൊ അവർക്ക് എന്തെങ്കിലും വന്നാൽ എങ്ങനെ പെട്ടെന്ന് തിരിച്ചു വരും, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്. ടോറസ് സോഡിയാക് സൈൻ ആണത്. അപ്പോ അതുപോലെ മെയിൻ ആയിട്ട് കൾച്ചറിന്റെ വ്യത്യാസം വരുന്നത് കൊണ്ടുള്ള ഒരു ടെൻഷനാണ് ഇവിടെ. അതുകൊണ്ടാണ് ആളുകൾ നിങ്ങളെ പുറത്തേക്ക് വിടാൻ, നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് വിടാൻ അനുവദിക്കാത്തതെന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഈ അവസ്ഥ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ ഓം നമഃ ശിവായ. നിങ്ങളുടെ ഇതെല്ലാം നിങ്ങളുടെ മനസ്സില് അല്ല, ഇതൊക്കെ നമ്മള് ഫ്യൂച്ചർ നമുക്ക് അറിയില്ല, എന്താണ് വരിക എന്ന് അറിയില്ല അല്ലെ. അപ്പോ നിങ്ങൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സംസാരമാണ് മിക്കവരുടെ, നിങ്ങളുടെ പോക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള സംസാരമാണ് മിക്കവരും ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവരെല്ലാം പറയുമ്പോഴത്തേക്കും അയ്യോ പോയാൽ ശരിയാവില്ല, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ തലയിലാവും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുപോലെ തന്നെ ഇവര് പറയുന്ന പോലെ ഞാൻ ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കുന്നത്, അവിടെ അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതുപോലെ തണുപ്പ് ക്ലൈമറ്റിൽ പോകാൻ നമുക്ക് ചിലപ്പോൾ പറ്റില്ല. ശ്വാസം മുട്ടുള്ളവരാണ്, ആസ്മ ഉള്ളവരാണ്, ലങ്സ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോ അതൊക്കെ നിങ്ങളുടെ മനസ്സ്. അപ്പൊ യൂണിവേഴ്സ് എന്താ പറയുന്നത്, നിങ്ങളുടെ 8 of Swords എന്ന് പറഞ്ഞാല് നമ്മൾ നമ്മളുടേതായ ഒരു ചട്ടക്കൂട് നിർമ്മിച്ചിട്ട് നമ്മൾ അതിനകത്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് അതിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ കൂടുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ ഒരു കാര്യമാണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയില്ലേ, അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു തീരുമാനം എടുക്കാം, മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാം. മനസ്സിലായോ? അപ്പൊ നിങ്ങളും കൂടെ ഇതിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ ഇവർക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അവര് നിങ്ങളെ ആ ഒരു ചട്ടക്കൂടിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളും വിശ്വസിക്കുന്നു നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന്. അത് നിങ്ങൾ ആ മനസ്സ് നിങ്ങളുടെ മാറ്റുക, നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവുക. നിങ്ങളുടെ ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. അതിലേക്ക് എത്താനുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ നടക്കുന്നത്. അപ്പൊ നിങ്ങളായിട്ട് ഒരു തീരുമാനം എടുക്കുക. മനസ്സിലായി? നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവുക. ഈ ചട്ടക്കൂടുകളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകാനുള്ള മനസ്സ് വെക്കുക എന്നാണ്. ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇവര് പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. കാലം മാറി.
ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്താം. പിന്നെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാല് ലീവ് കിട്ടാനും ആരും നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയല്ല, ആ സമയത്ത് നിങ്ങൾക്ക് ദൈവം വഴി കാണിക്കും. അപ്പൊ ആ ഒരു ചിന്തയില് പോസിറ്റീവായിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കണമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, ഏരീസ്, അക്വേറിയസ്. ഇതാണ് മൂന്നാമത്തെ റീഡിംഗ് എടുത്തവരുടെ കാർഡുകൾ കേട്ടോ. ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയുമായ ആരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും